ബി.ജെ.പി. ഭരിക്കുന്ന പാലക്കാട് നഗരസഭ അവരുടെ പുതിയ പദ്ധതിക്ക് കേശവ് ബലിറാം ഹെഡ്ഗേവാറിന്റെ പേര് നൽകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾക്കാണ് കേരളം 2 ദിവസമായി സാക്ഷിയായത്. യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും അതിനെതിരെ പ്രതിഷേധ മാർച്ച് നടത്തുകയും ബി.ജെ.പി. അതിനെ പ്രതിരോധിക്കുകയും ചെയ്തത് വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിവെച്ചു. ഹെഡ്ഗേവാറിനെ കുറിച്ചുള്ള ചർച്ചകൾക്കാണ് ഇപ്പോൾ കേരളം സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആരാണ് ഹെഡ്ഗേവാർ? എന്തുകൊണ്ട് അദ്ദേഹം എതിർക്കപ്പെടുന്നു? നമുക്ക് പരിശോധിക്കാം. 1889 മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലെ ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് കെ.ബി. ഹെഡ്ഗേവാർ ജനിക്കുന്നത്. നാഗ്പൂരിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം കൊൽക്കത്തയിലേക്ക് പോവുകയും അവിടെ നിന്ന് മെഡിക്കൽ സ്റ്റഡീസിൽ പഠനം പൂർത്തീകരിക്കുകയും ചെയ്തു. കൊൽക്കത്തയിൽ നിന്ന് തീവ്ര വിപ്ലവ സംഘടനയായിരുന്ന അനുശീലൻ സമിതിയുടെ ഭാഗമായി 1920കളിൽ ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെയും അതുവഴി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഭാഗമായി കെ.ബി. ഹെഡ്ഗേവാർ. 1921 ബ്രിട്ടീഷ് വിരുദ്ധ പ്രഭാഷണങ്ങളുടെ പേരിൽ അദ്ദേഹം ജയിലിലുമായി. എന്നാൽ പതുക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും വേർപിരിയുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെയാണ് 1925 അദ്ദേഹം രാഷ്ട്രീയ സ്വയം സേവക് സംഘ് അഥവാ RSS രൂപീകരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വ്യത്യസ്തമായ നരേഷനുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമതായി ബി.ജെ.പിയുടെയും RSSന്റെയും നരേഷനാണ്. അവരുടെ നരേഷനിൽ അദ്ദേഹം ഡോക്ടർ ഹെഡ്ഗേവാർ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച, ദേശീയോദ്ഗ്രഥനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു തികഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയായിരുന്നു എന്നതാണ് RSSന്റെ പക്ഷം. അതിനെക്കുറിച്ച് ഒരുപാട് ഗ്രന്ഥരചനകൾ RSSന്റെയും ബി.ജെ.പിയുടെയും പിന്തുണയിൽ പുറത്തുവരികയും ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ഹെഡ്ഗേവാർ ദ ഇപ്പോക്ക് മേക്കർ എന്ന് പറയുന്ന NK ആപ്റ്റെയുടെ പുസ്തകം, സംഘം പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ ആ പുസ്തകം, അതുപോലെ തന്നെ ഡോക്ടർ ഹെഡ്ഗേവാർ ജീവൻ ദർശൻ എന്ന് പറയുന്ന മറാത്തി പുസ്തകം, അതുപോലെ തന്നെ MS ഗോൾവാൾക്കറെ കുറിച്ച് രാമസ്വാമിയുടെ ഒരു രചനയുണ്ട്. MS ഗോൾവാൾക്കറെ കുറിച്ച് പറയുന്ന MS ഗോൾവാൾക്കർ ഹിസ് വിഷൻ ആൻഡ് മിഷൻ എന്ന് പറയുന്ന പുസ്തകം. ഇതിലൊക്കെ തന്നെ ഹെഡ്ഗേവാറിന്റെയും RSSന്റെയും പ്രവർത്തനങ്ങളെ മഹത്വവൽക്കരിച്ചുകൊണ്ട്, പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു പെർസ്പെക്റ്റീവുകൾ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു നരേഷൻ എന്ന് പറയുന്നത് ബി.ജെ.പി. ഇതര നരേഷനാണ്. ബി.ജെ.പിയുടെയും RSSന്റെയും വാദങ്ങളെ പൂർണ്ണമായും നിരാകരിക്കുന്ന വാദങ്ങളാണ് ഈ നരേഷനിൽ നമുക്ക് കാണാൻ കഴിയുക. ഡോക്ടർ ഹെഡ്ഗേവാറിനെ ഒരു തികഞ്ഞ സ്വതന്ത്ര സമര സേനാനിയായി ഇവരാരും അംഗീകരിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിൽ നിന്ന് അതിനുവേണ്ടി സജീവമായ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ തെളിവുകൾ ലഭ്യമല്ല എന്നാണ് ഈ വാദങ്ങളൊക്കെ ഉയർത്തി കാണിക്കുന്നത്. 1920കളിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു എന്നതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു എന്നതും ഒഴിച്ചു നിർത്തിയാൽ 1925 RSS രൂപീകരിച്ചതിന് ശേഷം, അല്ലെങ്കിൽ അതിന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ കോൺഗ്രസുമായി വഴിപിരിഞ്ഞതിന് ശേഷം അദ്ദേഹം സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് തെളിവുകളില്ല എന്ന് ഈ വാദങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി കാണാൻ കഴിയും. RSSോ ഹെഡ്ഗേവാറോ നേരിട്ട് സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ ഒന്നും ഏർപ്പെട്ടിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം ഒരു തികഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്ന RSSന്റെയും ബി.ജെ.പിയുടെയും വാദം അത് അസാധുവാണ് എന്ന് ഈ നരേഷനുകളിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഈ നരേഷനുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതിനപ്പുറത്തേക്ക് പലപ്പോഴും ബ്രിട്ടീഷുകാരുടെ നയത്തെ പിന്തുണക്കുന്ന ഒരു നിലപാടായിരുന്നു ഡോക്ടർ ഹെഡ്ഗേവാർ സ്വീകരിച്ചിരുന്നത് എന്നാണ്. കാരണം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്വീകരിച്ചൊരു നിലപാടെന്ന് പറയുന്നത് ഡിവൈഡ് ആൻഡ് റൂൾ ആണ്, വിഭജിച്ച് ഭരിക്കുക എന്നതായിരുന്നു. ഹിന്ദുവിനെയും മുസൽമാനെയും തമ്മിലടിപ്പിച്ച് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിലൂടെ ഭരണം നടത്തി മുന്നോട്ട് പോവുക എന്നതായിരുന്നു ബ്രിട്ടീഷുകാർ ലക്ഷ്യം വെച്ചത്. ഈ ഡിവൈഡ് ആൻഡ് റൂളിന് പൂർണ്ണമായ പിന്തുണ നൽകുന്ന ഒരു നിലപാടായിരുന്നു ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ നിലപാടും അതുപോലെ തന്നെ RSSന്റെ നിലപാട്. കാരണം ഇന്ത്യയിലെ ഹിന്ദു മെജോറിറ്റിയെ, ഈ ഹിന്ദു വിഭാഗത്തെ ശക്തിപ്പെടുത്തുക എന്നത് മാത്രമായിരുന്നു RSSും ഹെഡ്ഗേവാറും ലക്ഷ്യം വെച്ചത്. അതിലൂടെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ, മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും മറ്റ് ന്യൂനപക്ഷങ്ങളൊന്നും ഇന്ത്യയുടെ സമൂഹത്തിന്റെ ഭാഗമല്ല എന്നും, ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ഒരു ഐക്യം, അവർക്കിടയിൽ ഒരു ഉണർവുണ്ടാക്കലാണ് പ്രധാനപ്പെട്ട കാര്യം എന്നായിരുന്നു ഹെഡ്ഗേവാറും അതുപോലെ തന്നെ RSSും മുന്നോട്ട് വെച്ചൊരു വാദം. ഈ രീതിയിൽ ഹെഡ്ഗേവാറോ RSSോ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും അതിന് വിരുദ്ധമായ നടപടികൾ അവരിൽ നിന്നുണ്ടായിരുന്നു എന്നാണ് ഈ വിഭാഗം പറഞ്ഞു വെക്കുന്നത്. മറ്റൊന്ന്, ഇദ്ദേഹം വലിയൊരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു എന്ന വാദമാണ്. അതിനെയും ഈ വിഭാഗം ശക്തമായി അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. ജാതീയതയ്ക്കെതിരെ, ജാതി വിവേചനത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത വ്യക്തിയാണ് ഡോക്ടർ ഹെഡ്ഗേവാർ എന്ന വാദത്തെയും ഇവർ ശക്തമായി എതിർക്കുന്നുണ്ട്. കാരണം RSSോ ഹെഡ്ഗേവാറോ നേരിട്ട് ജാതി ഉന്മൂലനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ജാതിയുടെ പേരിലുള്ള വിവേചനങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തതിൻ്റെ അല്ലെങ്കിൽ പ്രവർത്തിച്ചതിൻ്റെ യാതൊരു തെളിവും ലഭ്യമല്ല എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്.
ആ കാലഘട്ടങ്ങളിൽ വലിയ മുന്നേറ്റങ്ങൾ, സാമൂഹിക മുന്നേറ്റങ്ങളൊക്കെ സാമൂഹിക പരിഷ്കർത്താക്കളുടെ നേതൃത്വത്തിൽ നടന്നൊരു കാലഘട്ടത്തിൽ RSSO ഹെഡ്ഗേവാറോ അതിലൊന്നും നേരിട്ട് ഇടപെടുകയോ അതിൻ്റെ ഭാഗമാവുകയോ ചെയ്തിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഗുരുവായൂരിലെ വൈക്കത്തെയൊക്കെ ദളിത് മുന്നേറ്റങ്ങളിൽ, സമരങ്ങളിലൊന്നും RSSൻ്റെയോ ഹെഡ്ഗേവാറിൻ്റെയോ ഒരു പിന്തുണയോ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളോ കാണാൻ കഴിഞ്ഞിരുന്നില്ല. അംബേദ്കറുടെ നേതൃത്വത്തിൽ, ഗാന്ധിജിയുടെ നേതൃത്വത്തിലൊക്കെ അക്കാലഘട്ടങ്ങളിൽ വലിയ ദളിത് മുന്നേറ്റത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതിലൊന്നും RSSൻ്റെയും ഹെഡ്ഗേവാറിൻ്റെയും സംഭാവനകളെ നമുക്ക് കാണാൻ കഴിയില്ല. മാത്രമല്ല RSSൻ്റെ ആദ്യകാല നേതാക്കളിലൊക്കെ പൂർണ്ണമായും സവർണ നേതാക്കളായിരുന്നു അതിന് പിന്നിലുണ്ടായിരുന്നത് എന്നതും ഒരിക്കലും ജാതീയതയ്ക്കെതിരെ ശബ്ദിച്ച അല്ലെങ്കിൽ ജാതി വിവേചനത്തിനെതിരെ ശബ്ദിച്ച ഒരു വ്യക്തിയായിരുന്നു ഹെഡ്ഗേവാർ എന്നോ അല്ലെങ്കിൽ RSS അതിനുവേണ്ടി ശബ്ദിച്ച ഒരു സംഘടനയായിരുന്നോ എന്ന് പറയാൻ കഴിയില്ല എന്നതിൻ്റെ തെളിവാണ്. ചുരുക്കി പറഞ്ഞാൽ സാമൂഹിക പരിഷ്കർത്താവ് എന്ന ഒരു വാദത്തെയും ശക്തമായി ഈ വിഭാഗം എതിർക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ RSSനെയും ഹെഡ്ഗേവാറിനെയും വിമർശിച്ചുകൊണ്ട് ഒരുപാട് പുസ്തകങ്ങളും അതുപോലെ തന്നെ രചനകളും നമുക്ക് കാണാൻ കഴിയും. പ്രമുഖ ദളിത് ആക്ടിവിസ്റ്റ് ആയിരുന്ന ആനന്ദ് തെൽത്തുംബയുടെ രചനകൾ അതൊക്കെ ശക്തമായി ഈ ജാതി വിഷയത്തിൽ അല്ലെങ്കിൽ സാമൂഹിക വിഷയങ്ങളിലൊക്കെ ഹെഡ്ഗേവാറിൻ്റെ RSSൻ്റെ നിലപാടുകളെ അതിശക്തമായി വിമർശിച്ച പുസ്തകങ്ങളാണ്. അതുപോലെ തന്നെ മറ്റ് ഒരുപാട് പുസ്തകങ്ങൾ, പ്രധാനമായും ജ്യോതിർമയ ശർമ്മയുടെ ഹിന്ദുത്വ, എക്സ്പ്ലോറിംഗ് ദ ഐഡിയ ഓഫ് ഹിന്ദു നാഷണലിസം എന്ന പുസ്തകം, അതുപോലെ തന്നെ വാൾട്ടർ കാൻഡേഴ്സിൻ്റെയും ശ്രീധർ ഡി ഡാംലെയുടെയും ദി RSS എ വ്യൂ ടു ദ ഇൻസൈഡ് എന്ന പുസ്തകം, അവരുടെ തന്നെ ദ ബ്രദർഹുഡ് ഇൻ സഫ്രോൺ എന്ന് പറയുന്ന പുസ്തകം, അതുപോലെ തന്നെ ധീരേന്ദ്ര ജായുടെ ദ RSS ആൻഡ് ദ മേക്കിംഗ് ഓഫ് ഡീപ് നാഷൻ എന്ന് പറയുന്ന പുസ്തകം, അതുപോലെ തന്നെ ക്രിസ്റ്റഫർ ജഫ്രോൾട്ടിൻ്റെ റിലീജിയൻ, കാസ്റ്റ് ആൻഡ് പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം, ഇതെല്ലാം തന്നെ ഹെഡ്ഗേവാറിൻ്റെയും RSSൻ്റെയും നിലപാടുകളെ നിശിതമായി വിമർശിച്ച പുസ്തകങ്ങളായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ പോലൊരു ബഹുസ്വര സമൂഹത്തിൽ ഒരു നിലക്കും യോജിക്കാൻ കഴിയാത്തൊരു നിലപാടായിരുന്നു ഹെഡ്ഗേവാറും RSSും സ്വീകരിച്ചത്. ന്യൂനപക്ഷങ്ങളെ പൂർണ്ണമായി മാറ്റി നിർത്തി ഹിന്ദു ഭൂരിപക്ഷത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു രാജ്യം എന്നതായിരുന്നു ഹെഡ്ഗേവാർ സ്വപ്നം കണ്ടത്. രാഷ്ട്ര നിർമ്മാണത്തിൽ വലിയ പങ്കാളിയായ വ്യക്തി എന്ന് അദ്ദേഹത്തെക്കുറിച്ച് വാഴ്ത്തിപ്പാടുമ്പോൾ അദ്ദേഹം സ്വപ്നം കണ്ട രാജ്യം എന്ന് പറയുന്നത് ഹിന്ദു ഭൂരിപക്ഷത്തിൽ അടിസ്ഥാനപ്പെടുത്തി ന്യൂനപക്ഷങ്ങളില്ലാത്ത, ന്യൂനപക്ഷങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും ഇല്ലാത്തൊരു രാജ്യം എന്നതായിരുന്നു അദ്ദേഹം സ്വപ്നം കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അതിശക്തമായി എതിർക്കപ്പെടുന്നത്. അതിൻ്റെ പേരിലുള്ള പ്രവർത്തനങ്ങൾ ശക്തമായി എതിർക്കപ്പെടുന്നത്. ഇന്ത്യ പോലൊരു മതേതര രാജ്യത്ത്, ജനാധിപത്യ രാജ്യത്ത് അദ്ദേഹത്തിൻ്റെ മതവാദത്തിനോ അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രവാദത്തിനൊന്നും യാതൊരു പ്രസക്തിയും പ്രാധാന്യവും ഇല്ല എന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അതിശക്തമായി എതിർക്കപ്പെടുന്നത്. ഇന്നത്തെ ഈ കാലത്ത് തീവ്ര ഹിന്ദുത്വം അതിശക്തമായി, വെറുപ്പിൻ്റെ രാഷ്ട്രീയം ശക്തമായി കടന്നു വരുന്ന കാലത്ത് അതിനെല്ലാം അടിത്തറ പാകിയത്, അതെല്ലാം വ്യാപിപ്പിച്ചതിൽ ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ പങ്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്തതാണ്. അതിലെല്ലാം അത് തുറന്നെതിർക്കപ്പെടുക തന്നെ വേണം എന്നാണ് പറഞ്ഞു വെക്കാനുള്ളത്.